സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ അന്യന്റെ കണ്ണിലെ കരട് കണ്ടെത്തുന്നതാണോ സ്ത്രീപക്ഷ നിലപാട്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്നവർ PT കുഞ്ഞഹമ്മദിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? കയ്യിൽ കിട്ടിയ പരാതി മുഖ്യമന്ത്രിയും പോലീസും 2 ആഴ്ച പൂഴ്ത്തിവെച്ച് ഒത്തുതീർപ്പിന് ശ്രമിച്ചത് എന്തുകൊണ്ടാണ്? നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നതിൽ സർക്കാരും പ്രോസിക്യൂഷനും പരാജയപ്പെട്ടില്ലേ എന്ന ചോദ്യത്തിന് മറുപടി പറയാം. ഇനി പറ, ഞാൻ കേക്കട്ടെ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവര് ചർച്ച ചെയ്ത് വ്യക്തമാകുന്നതിന് മുമ്പ് ഒരു അഭിപ്രായം പറയുക സ്വാഭാവികമാണ്. അതല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോൾ ഞാനായാലും മറ്റൊരാളായാലും ടങ് സ്ലിപ്പ് സംഭവിക്കാം, മനുഷ്യ സഹജമായ കാര്യമാണ്. ഈ 2 കാര്യത്തിന്റെയും പരിധിയിൽ വരുന്നതല്ല ശ്രീ അടൂർ പ്രകാശിന്റെ നിരീക്ഷണം. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ എന്ന് വെച്ച് പറയേണ്ടത് നമ്മുടെ മര്യാദയല്ലേ? അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്. പല ഊഹാപോഹങ്ങളും പുറത്തു വരുന്നത് ശ്രീ ദിലീപിന്റെ ബിസിനസ് സംരംഭത്തിലെ പാർട്ണർ കൂടിയാണ് ശ്രീ അടൂർ പ്രകാശ്. ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. രണ്ടാമത്തെ വ്യക്തിബന്ധം ശ്രീ അടൂർ പ്രകാശ് ഒരു മെയിൽ ഡോമിനേഷൻ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതായത് സമൂഹത്തിൽ പുരുഷ മേധാവിത്വം എന്ന ആശയത്തിന്റെ തടവറയിൽ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു ടങ് സ്ലിപ്പ് അല്ല. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. നിയമമേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്നത് പ്രോസിക്യൂഷന്റെ പരാജയോ തെളിവുകൾ ഹാജരാക്കുന്നതിനുള്ള വീഴ്ചയോ അല്ലെന്നുള്ളത് അതിവിടെ നിയമവിദഗ്ധരെയാണ് സൂചിപ്പിക്കട്ടെ. അതിൽ ഇനി എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവിടെ പരിശോധിക്കട്ടെ. പക്ഷേ കൂടുള്ളവരെല്ലാം ശിക്ഷിക്കപ്പെട്ടു. കോൺസ്പിറസി മാത്രമാണ് തെളിയിക്കപ്പെടാതെ മാറ്റി. സർക്കാരാണ് ഈ കേസിൽ പരാജയപ്പെട്ടത്, അതിജീവിതയെ പരാജയപ്പെടുത്തിയത്. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? പിന്നെ എന്താണ് സംഭവിച്ചത്? ഈ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല, അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ എന്താണ് സംഭവിച്ചത്? പ്രോസിക്യൂഷന്റെ വീഴ്ച അല്ലെങ്കിൽ പിന്നെ എന്താണ്? ചോദിക്കേ. ഇത് ചെറിയൊരു പുള്ളിയായിട്ടുള്ള അവർ ഏറ്റുമുട്ടുന്നത്. അപ്പോ നീതിപീഠത്തിന്റെ തുലാസ് ഒരു പ്രധാനപ്പെട്ട നടന് മുമ്പിൽ ചാഞ്ചാടുന്ന അപൂർവമായ കാഴ്ച ആണ് നമ്മൾ കണ്ടത്. ഭരണകൂടം ശ്രീ PK ഗോപൻ ഒരു സർക്കാരിനേക്കാൾ, സ്റ്റേറ്റ് ഭരണകൂടത്തെക്കാൾ വലിയ ഏത് പുള്ളിയാണ് ഈ രാജ്യത്തുള്ളത്? സംസ്ഥാന മുഖ്യമന്ത്രി അല്ലല്ലോ നിഷ കേസിന്റെ വിധി തീർപ്പ് കൽപ്പിക്കുന്നത്. അത് നിയമവിദഗ്ധർ ചർച്ച ചെയ്യട്ടെ. എന്താണ് പ്രോസിക്യൂഷൻ? മികച്ച അഭിഭാഷകരെ, അതിനും അപ്പുറത്തേക്കുള്ള, അപ്പുറത്ത് നിൽക്കുന്ന വക്കീലിനേക്കാൾ അതിലും എത്രയോ മികച്ച അഭിഭാഷകരെ കൊണ്ടുവന്നിട്ടുള്ള ചരിത്രം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെയുണ്ട്. ആ ഒരു താല്പര്യം ഈ കേസിൽ ഉണ്ടായോ? അത് പിന്നെ ഗവൺമെന്റ് ശക്തമായി അന്ന് മുതൽ ഇത് എന്തിന് ശ്രീ അടൂർ പ്രകാശ് മന്ത്രിയായിട്ടിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ശ്രീ നിഷ കേരളത്തിലെ അവസ്ഥ? ഇത് മൊത്തത്തിൽ ഒരു പുരുഷ മേധാവിത്വ ആശയമാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആശയം. ആ വലതുപക്ഷ രാഷ്ട്രീയം പുരുഷ മേധാവിത്വത്തിൽ അധിഷ്ഠിതമാണ്. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. എന്താണ് വിജയൻ ആഭ്യന്തരമന്ത്രിയായി ഇരിക്കുന്നത് കൊണ്ടാണ് M മുകേഷ് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോഴും MLA ആയിരിക്കുന്നത്. ഗണേഷ് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോഴും ആ മന്ത്രിസഭയിലുള്ളത്. P ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് നിങ്ങൾ പറയുന്നല്ലോ, അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് എന്താ? ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. ഇനിയും പഴയ കാലത്തിലേക്കൊക്കെ പറയുവാണെങ്കിൽ ജോസ് തെറ്റയിൽ അടക്കം, M മുകേഷ് അടക്കം, P ശശി അടക്കം, നിങ്ങളുടെ M മുകേഷ് അടക്കമുള്ള ആളുകൾ ഇന്നും MLAയും ഗണേഷ് കുമാറും മന്ത്രിയായിട്ടിരിക്കുന്നത് ഈ പിണറായി വിജയൻ ആഭ്യന്തരം കൈയാളുന്ന മന്ത്രിസഭയിലാണ് സാർ. നിങ്ങൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല? ഇവൻ ശരിയല്ല. സ്ത്രീപക്ഷ നിലപാടിനെ കുറിച്ചൊക്കെ വാചാലരായി സംസാരിക്കുമ്പോ നിങ്ങൾ ഈ പറയുന്ന MLAമാരും ഈ പറയുന്ന മന്ത്രിമാരെ കുറിച്ചും ഈ പറയുന്ന ആളുകളെ കുറിച്ചും ഒന്നുകൂടെ ഈ പറയുന്ന നിയമസഭയുടെ പുറയിലിരുന്നു കൊണ്ട് ഈ സ്ത്രീപക്ഷ നിലപാടിനെ CPM-ന്റെ മുഴുവൻ പ്രതിനിധികളും തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയാണ് ഇന്ന് ആ നിയമസഭയിലുള്ളത്. മുൻ MLA PT കുഞ്ഞുമുഹമ്മദിനെതിരെ നവംബർ 27-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതി നൽകുന്നു. ഡിസംബർ 2-ന് മാത്രമാണ് ഈ പരാതി കന്റോൺമെന്റ് പോലീസിന് കൈമാറുന്നത്. ഇപ്പോഴാണ് അതിൽ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. സ്ത്രീ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പറയുന്നവർ എന്തിനാണ് ഈ പരാതി ഇത്ര ദിവസം പൂഴ്ത്തിയത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ശ്രീമതി നിഷ, നിങ്ങൾ ഈ കേസിനെ എല്ലാം സമീകരിക്കാൻ പരിശ്രമിക്കുമ്പോൾ ആരെ രക്ഷപ്പെടുന്നറിയാവോ? PT മുഹമ്മദിനെതിരായ പരാതി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ടില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. അന്വേഷണത്തിന് വേണ്ടി മുഖ്യമന്ത്രി വന്നിട്ടുണ്ടല്ലോ. അതിന്റെ ഗ്രാവിറ്റി എന്താണ്? എന്നാ അദ്ദേഹം പറയട്ടെ, അദ്ദേഹം സംസാരിച്ചിരുന്നിട്ട് ഞാൻ പറയാം. ശ്രീ PK ഗോപൻ ഒരു സ്ത്രീ അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് പറഞ്ഞ് കുഞ്ഞു മുഹമ്മദിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് എനിക്ക് തെറ്റുപറ്റി, അറിയാതെ പറ്റിപ്പോയാൽ ഞാൻ നിർത്തി, ഞാൻ ചർച്ച പരാതിയേ ഇല്ല എന്ന് പറയരുത്.
PT മുഹമ്മദ് ഈ കാര്യത്തിൽ അപരാധിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഏത് തരത്തിലുള്ള കേസും ഉണ്ടാവും. അതിൽ തർക്കം വേണ്ട. നമ്മളെ അതിന്റെ ഡീറ്റെയിൽസ് പുറത്തു വരട്ടെ. ഏതായാലും പോലീസിന് എൻക്വയറിക്ക് വേണ്ടി അല്ലാതെ വന്നു ബഹുമാനപ്പെട്ട കഴിഞ്ഞു മുഖ്യമന്ത്രി അത് ശ്രീ പി കെ വിട്ടിരിക്കുകയാണ്. ഗോപൻ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. എന്തുകൊണ്ട് നവംബർ 27 കിട്ടിയ പരാതി ഡിസംബർ 2 വരെ പൂഴ്ത്തിവെച്ചു? PT കുഞ്ഞുമുഹമ്മദ് ഇടത് സഹയാത്രികനാണ്, ഇടത് സ്വതന്ത്രനായി MLA ആയിരുന്നിട്ടുള്ള ആളാണ്, ഇപ്പോഴും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നയാളാണ്. രാഷ്ട്രീയം നോക്കിയാണോ പരാതികളുടെ തീവ്രത മനസ്സിലാക്കുന്നത്? അത് കറക്റ്റാണ്. അതെ അതെ. അങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇങ്ങനൊരു കേസാകുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട കത്ത് കാണണമെന്നുണ്ടാകും. അതിന്റെ പേരിലായിരിക്കും ഓഫീസ് അത് പോലീസിന് കൈമാറാൻ താമസിച്ചത്. സംശയമൊന്നുമില്ലല്ലേ? അദ്ദേഹം ഇതിനിടയിൽ ഗൾഫ് പര്യടനം ഉണ്ടായിരുന്നു, വടക്കൻ ജില്ലകളിൽ പര്യടനം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ഓഫീസിൽ വെച്ച് ഡിസംബർ 27 കൊടുത്ത പരാതി നേരിട്ട് കണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ നേരിട്ടാണ് കൊടുക്കുന്നത്. സ്വാഭാവികം. ഈ ഒരു വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് താങ്കൾ വരും. പറയുന്ന അത് മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും നേരിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്നിട്ടൊക്കെ ഇന്നത്തെ കാലത്ത് ഈ പരാതി കാണാൻ കഴിയുള്ളൂ എന്നാണോ ശ്രീ നിഷ, പി ഒരു കെ ഗോപൻ? ഒരു മിനിറ്റ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി അതിജീവിത കൊടുത്ത് 24 ഇല്ല, ഒരു മണിക്കൂറിനകം മിനിറ്റും ഇല്ല, കേസെടുത്തു. ഒരു മിനിറ്റും ഇല്ല. അങ്ങനെ അതുകൊണ്ട് എടുക്കണ്ട. PT കുഞ്ഞുമുഹമ്മദിന്റെ അങ്ങനെ കാര്യത്തിൽ എടുക്കണ്ട. ഉണ്ടാവുന്നില്ല അത് എന്നാണ്. നിങ്ങൾ PT നിഷ നിങ്ങൾ PT കുഞ്ഞുമുഹമ്മദിന്റെ കേസും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും ദിലീപിന്റെ കേസും ഒരേ ത്രാസിൽ വെച്ച് തൂക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. സഹതാപം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നീ പറഞ്ഞില്ല എവിടെയാണ് ഒരു സ്ത്രീയെ അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ച സംഭവം ആര് നടത്തിയാലും, ഏത് പ്രബലനായാലും, അയാൾ പിടിക്കുന്ന കൊടിയുടെ നിറം ഏതായാലും, അയാൾ എത്ര ഉന്നത പദവി വഹിക്കുന്ന ആളായാലും, മുഖ്യമന്ത്രി പറയുന്ന വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ 24 മണിക്കൂറിനകം കേസെടുക്കേണ്ടതാണ്. നാട്ടുകാർക്ക് സംശയം തുടങ്ങി. പക്ഷെ PT കുഞ്ഞുമുഹമ്മദിന്റെ കാര്യം വന്നപ്പോൾ അതുണ്ടായില്ല. അതെന്തുകൊണ്ട്? എണീറ്റ് വരണ്ടേയിരുന്നു. ശ്രീമതി നിഷ, നിങ്ങൾ ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ തെറ്റാണ്. അത് ശരി. ഞാൻ പറഞ്ഞല്ലോ, PT മുഹമ്മദിന്റെ കേസ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ പുറത്തു കൊണ്ടുപോവാ. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊരു പരാതി ഇടതുമുന്നണിയുടെ മുൻ MLA-ക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇല്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾ എന്ത് വർത്തമാനം ഈ ചാനലിന്റെ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് പറയുന്നത്? സാമാന്യ മര്യാദയ്ക്ക് വർത്താനം പറയണ്ടേ? നിങ്ങൾ എന്ത് വർത്താനം ഇരുന്നുകൊണ്ട് പറയും? നിങ്ങൾ ഏത് രാഷ്ട്രീയം നടപ്പിലാക്കാൻ ഈ ചാനലിന്റെ ഫ്ലോർ ഉപയോഗിക്കുന്നത്? ഒരു വാക്ക് രണ്ട് പറഞ്ഞില്ല. സ്ത്രീകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയുമായി എത്തുന്നു. ഒരു പരാതി നിഷ, നിങ്ങൾ ചുമ്മാ മണ്ടത്തരം വിളിച്ച് പറയാണ്. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അടുത്ത പരാതി ഇടതുമുന്നണിയുടെ മുൻ MLA ആയിരുന്ന ബന്ധപ്പെട്ട PT വിഷയങ്ങൾ കുഞ്ഞുമുഹമ്മദിനെതിരെ കേരളീയ 2 സമൂഹത്തിന് മുമ്പിൽ പരാതികളും വരട്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. സ്ത്രീത്വത്തെ അപമാനിച്ച കേസുകളാണ്. ഒരു പരാതി 24 മണിക്കൂറിനകം കൈമാറുന്നു, അടുത്ത പരാതി കൈമാറാൻ ആഴ്ച എടുക്കുന്നു. എന്തുകൊണ്ട്? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. ഞാൻ അതിന് മറുപടി പറഞ്ഞു. ശ്രീമതി നിഷ, ഞാൻ മറുപടി പറഞ്ഞു. താൻ കൂടുതലൊന്നും പറയണം. ദിവസം കഴിഞ്ഞത് ആ പരാതിയുടെ പരിശോധിക്കാതെ പെട്ടെന്ന് കൈമാറുമോ? മറ്റേ വിഷയമെല്ലാം നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യമാണെങ്കിൽ ആ വിഷയങ്ങൾ കേരളീയ സമൂഹത്തിന്റെ മുമ്പിലുണ്ട്. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. പരാതി കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നാലേ കേരളത്തിൽ നടപടി ഉണ്ടാകുള്ളൂ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ. വിജയ് ഇന്ദുചൂടൻ. പിന്നെ ഇതുപോലെയുള്ള കേസുകൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കണ്ട്, അദ്ദേഹം ദുബായിലാണെങ്കിൽ അവിടെ ചെന്ന്, ഷാർജയിലാണെങ്കിൽ അവിടെ ചെന്ന്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ അവിടെ ചെന്ന് പരാതി കൊടുത്തെങ്കിൽ മാത്രമേ ആക്രമിക്കപ്പെട്ടവർക്കൊക്കെ ഈ നീതി ലഭിക്കൂ എന്നുള്ളത് ബാലിശമായിട്ടുള്ള കാര്യം ഇവിടെ വന്ന് ഈ പറയുന്ന ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആൾ പറയുകയാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും അല്ലെങ്കിൽ ഈ പറയുന്ന PT കുഞ്ഞുമുഹമ്മദിന്റെ കേസും ഒക്കെ നമ്മൾ സമാനമായിട്ടുള്ള കേസുകളാണെന്നോ? ഞാൻ പറയുന്നത്, നമ്മൾ ഇദ്ദേഹത്തിന്റെ തന്നെ ഈ പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞ തീവ്രത അളക്കാനുള്ള മെഷീനൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം ഇതിന്റെയും തീവ്രത അളക്കുന്നത്. എന്തോ ഞാൻ അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? താ കേൾക്കണത് എങ്ങനെയാ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.